നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ, ദീന് വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണത്. ഞാൻ എൻ്റെ ഉപ്പമാരോട് ഉമ്മമാരോട് പറയട്ടെ, സാന്ദർഭികമായി ഉണർത്തട്ടെ. ഇവിടെയൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. പലയിടത്തും ഇപ്പൊ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു വീട്ടിലൊരു കല്യാണവുമായി ബന്ധപ്പെട്ട് അറുവഷളൻ സ്വഭാവങ്ങളാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിവിന്റെ പരമാവധി നിർത്തലാക്കുന്നത് നല്ലതാണ്. ഇസ്രാഫ് സംഭവിക്കുന്നത് സൂക്ഷിക്കണം. നമ്മളെക്കാളും കോടിപതികളായ ആളുകൾ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. ലളിതമായിട്ടാണ് ആ ചടങ്ങുകളൊക്കെ നടത്തിയത്. പാകത്തിന് മാത്രം മതി, പാകപ്പെട്ടത് മാത്രം സ്വീകരിക്കണം. ഏറെ ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. പാവങ്ങൾ ജീവിക്കുന്ന അവസ്ഥ മറക്കരുത്. ചേരി പ്രദേശത്ത് കഴിയുന്നവരെ ഓർക്കാതെ പോകരുത്. ചാക്ക് മറച്ച് വെച്ച് കെട്ടിയിട്ട് മഴ കൊണ്ട് ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാര് ഡൽഹിയുടെ പരിസരത്ത് പോയാൽ ഇന്നും നിങ്ങൾക്ക് കാണാം. നാട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ടിട്ട് വർഷങ്ങളായി അവർക്ക് താമസിക്കാൻ ഒരു വീടില്ല, കിടന്നുറങ്ങാൻ ഒരു കട്ടിലില്ല. അപ്പോഴാണ് ആർഭാടങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന നമ്മുടെ അവസ്ഥ. ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ചെറുപ്പകാലം മുതൽക്ക് നമുക്ക് പതിവുള്ളത്, ഇവിടെയുള്ള കാരണവന്മാരോട് ചോദിക്കൂ. കല്യാണത്തിന് മുമ്പൊക്കെ വരുന്ന ആളുകളെ സ്വീകരിക്കാൻ 2 തരത്തിലുള്ള പാനീയം കൊടുക്കും. ഒന്ന് മധുരമുള്ളത്, ഒന്ന് മധുരമില്ലാത്ത. അല്ലേ? ചില ആൾക്കാർക്ക് മധുരം പറ്റൂല, അപ്പോൾ അതിന് സൗകര്യപ്പെട്ടത്. ചിലർക്ക് മധുരം പറ്റും. 2 ടീമല്ലേ ജനങ്ങൾ മൊത്തമുള്ളത്. മൂന്നാമത്തെ ഒന്നുണ്ടോ ഇടയിൽ കൊടുക്കണേ? ഇല്ല. അതേ നമ്മളെ നാട്ടുകാർക്കൊക്കെ. ഇപ്പൊ പോയി നോക്കിയാൽ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ പതാക കെട്ടിയമാരാണ് വെള്ളപാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നത്. കളി ഗ്രൗണ്ടിൽ പതാക കണ്ടിട്ടുണ്ടോ? എല്ലാ രാഷ്ട്രങ്ങളുടെയും പതാക അതേപോലെ ഇപ്പോൾ വെള്ളം വെച്ച്. നീല കളറ്, പച്ച കളറ്, മഞ്ഞ കളറ്, പിന്നെ ഏത് കളർ പറഞ്ഞ കാപ്പി കളറ്. എന്തിനാ ഇത്? നിങ്ങൾ വിചാരിച്ചതിനൊക്കെ കൂലിട്ടൊന്നും ഒന്നും കിട്ടൂല. അങ്ങനെ ഒരു പൂതി വെച്ചിരിക്കണ്ട, അങ്ങനെ ഇരുന്നോളി, ഒന്നും കിട്ടൂല. പാകത്തിന് മതി, പാകത്തിനാണ് സംഗതി ഉണ്ടാക്കേണ്ടത്. ഭക്ഷണം ഓവറായി ഉണ്ടാക്കരുത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു സ്വഹാബി, വേറെ ആരുമില്ല, ഒരു സ്വഹാബി ഭക്ഷണം ഉണ്ടാക്കിയൊരു വീട്ടിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 3 ദിവസം നബി സല്ലല്ലാഹു